പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ ഒരു ആവശ്യത്തിന് ചില സമയത്ത് പണം കാണാറില്ല. എന്തെങ്കിലും ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നു കഴിയുന്ന സമയത്തോ വളരെ പെട്ടെന്ന് കുറച്ച് പണം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് 10,000 രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. അത് തിരിച്ചടവുള്ള തുകയാണ്, പക്ഷേ അത് പലിശ ചേർത്ത് കുറേശ്ശെയായി തിരിച്ചടച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് 10,000 രൂപ വേണമെങ്കിൽ നമുക്ക് ഇത് ലഭിക്കും. ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒരു അറിയിപ്പാണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും കാണത്തില്ല. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് കയറി വരുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ സമയത്ത് ചില ആളുകളോട് നമ്മൾ കടവായിട്ട് ചോദിച്ചാൽ പോലും ആ പണം ലഭിക്കണമെന്നില്ല. ആരുടെയും കയ്യിൽ ആ സമയത്ത് പണം കാണണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക പദ്ധതിയിലൂടെ നമുക്ക് ഇത് നടപ്പാക്കിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. കയ്യിൽ പണമില്ലാത്ത, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. അക്കൗണ്ടിൽ പണമില്ലാത്തപ്പോഴും നിങ്ങൾക്ക് 10,000 രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ്. പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇത് അവിശ്വസനീയമായി തോന്നുമെങ്കിലും ഇത് സത്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന, അതായത് PMJDY പ്രകാരമുള്ള സീറോ ബാലൻസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നിബന്ധനകൾ പാലിച്ചാൽ 10,000 രൂപ വരെ OD സംവിധാനം ലഭ്യമാക്കുന്നുണ്ട്. അതായത് ഓവർ ഡ്രാഫ്റ്റ് സംവിധാനം ലഭ്യമാക്കുന്നുണ്ട്. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഒരു നിശ്ചിത തുക വരെ പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇതിൻ്റെ ചെറിയ കാലത്തേക്കുള്ള ഒരു ലോൺ പോലെയാണ് ഇത് നിങ്ങൾക്ക് തരിക. ഇതിന് ബാങ്ക് പലിശയും ഈടാക്കും. ജൻധൻ യോജനയിൽ ഈ പരിധി ആദ്യഘട്ടത്തിൽ 5,000 രൂപയായിരുന്നെങ്കിലും പിന്നീട് അത് 10,000 രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. ഈ 10,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കാൻ ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ജൻധൻ യോജന അക്കൗണ്ട് തുടങ്ങി കുറഞ്ഞത് 6 മാസമെങ്കിലും ആയിരിക്കണം. മികച്ച ഇടപാടുകൾ നടന്നിരിക്കണം. കൂടാതെ തന്നെ രണ്ടാമതായിട്ട് അപേക്ഷകന് 18-നും 65-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. മുൻപ് ഇത് 18-നും 60-നും ഇടയിലായിരുന്നു. ഇപ്പോൾ ഇത് കൂട്ടിയിട്ടുണ്ട്. 3 ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം. സ്ത്രീകൾക്ക് മുൻഗണന. 4 അക്കൗണ്ടുമായി ആധാർ കാർഡ് ബന്ധിപ്പിച്ചിരിക്കണം. ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതുകൂടാതെ തന്നെ പദ്ധതിയുടെ പ്രധാന ആകർഷണം 2,000 രൂപ വരെയുള്ള ഓവർ ഡ്രാഫ്റ്റിന് പ്രത്യേക നിബന്ധനകളോ ഗ്യാരണ്ടിയോ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് ബാങ്കിൻ്റെ പരിശോധനകളും ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും പരിശോധിക്കുകയും ചെയ്യും. ഇതൊരു സൗജന്യ പണമല്ല, ഇതൊരു കുറച്ച് പലിശ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു വായ്പാ അനുസൃതത്തിലായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 2% മുതൽ 12% വരെയാണ് പലിശ ഈടാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.